സാധാരണക്കാരുടെ ആശ്രയമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ. ബജറ്റ് കഴിഞ്ഞ 10 ദിവസമാകുമ്പോഴും പെൻഷൻ എന്ന് കിട്ടുമെന്നറിയാതെ കഴിയുകയാണ് പതിനായിരങ്ങൾ. പെൻഷനുണ്ടാകുന്ന ഓരോ കുടിശ്ശികയും ഇവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു. അത്തരത്തിൽ കഴിയുന്ന ചില ജീവിതങ്ങളെ കാണുകയാണ് നമ്മൾ. ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ പെൻഷൻ ഉയർത്തിയുമില്ല, പെൻഷൻ എങ്ങനെ കൊടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടിയും ഉണ്ടായില്ല. അങ്ങനെ സർക്കാർ ഇരുട്ടിലാക്കുന്നത് ഇങ്ങനെ കുറെ ജീവിതങ്ങളെയാണ്. അവരിൽ ചിലരെ ഞങ്ങൾ വിളപ്പിൽ ശാലയിൽ കണ്ടു. ഈ പടിക്കെട്ട് കയറി വരുന്നത് ഗോപികമ്മയാണ്. വീടിന് മുന്നിൽ ഒരാൾ കൂടിയുണ്ട്, രവീന്ദ്രൻ. ഇരുവരും സഹോദരങ്ങളാണ്. പെൻഷൻ കൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്ന ആയിരങ്ങൾക്കിടയിലെ 2 പേർ. എന്നാൽ ഇന്ന് ഈ അടുപ്പ് പുകയുന്നത് നാട്ടുകാരുടെ കാരുണ്യത്തിലാണ്. ഇടയ്ക്ക് മകളും സഹായിക്കും. പെൻഷൻ മുടങ്ങുമ്പോഴും മുട്ടാപ്പോക്ക് പറയുന്നവരോട് ഇവർക്ക് ചിലത് പറയാനുണ്ട്. അവരങ്ങനെയല്ലേ പറയുള്ളൂ, പൈസ ഇല്ല. അവരുടെ കാര്യത്തിന് പൈസ ഉണ്ടോ അതൊന്നും ചോദിച്ചാൽ, അവരുടെ കാര്യത്തിന് ആവശ്യങ്ങൾക്കെല്ലാം അവരൊക്കെ എല്ലായിടത്തും പോകാനും എല്ലാ കാര്യം, അവരുടെ മക്കളെ കാര്യത്തിനും അവരുടെ ഭാര്യമാരുടെ കാര്യത്തിനും എല്ലാത്തിനും അവരൊക്കെ പൈസ ഉണ്ടാവുമല്ലോ. അപ്പോൾ സാധുക്കൊക്കെ എന്തിങ്ങനെ ചെയ്യാത്തത്? സ്വന്തമായി ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രായമല്ല. ജീവിത ചെലവുകൾക്കപ്പുറത്തേക്ക് മരുന്നുകൾ വാങ്ങാനും പണം കുറേയധികം വേണം. ഇതിന് ആകെയുള്ള വരുമാനം പെൻഷൻ മാത്രം. പക്ഷെ അതിനുള്ള കാത്തിരിപ്പ് നീളുകയാണ്. വേറെ എനിക്ക് സമ്പാദിക്കും, വേറെ ഒന്നും വേണ്ട. എനിക്ക് ഒരു ഒരു കറിയും വയ്ക്കണം, എനിക്ക് 2 ഗുളിക വാങ്ങിക്കണം. തൈറോയിഡിനുള്ള ഗുളിക എങ്ങനെ വാങ്ങിക്കും? തീർന്നിരിക്കണമാണല്ലോ ഒന്ന് മനസ്സിലെപ്പോഴും ദൈവത്തിനെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം എനിക്ക് കണ്ടു തരാം. ഞാൻ അത്ര സങ്കടപ്പെട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടത് ശശിയെ. ആരും തുണയില്ലാതെ ഒറ്റമുറി വീട്ടിൽ ഏകാന്തവാസം. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഏക ആശ്വാസം പെൻഷനായിരുന്നു. ഇപ്പോൾ അതും പ്രതിസന്ധിയിൽ. പെൻഷൻ കിട്ടിയിട്ട് ഒരു ആഴ്ച 2 മാസം പൈസ ഇട്ടുണ്ട്, ഇല്ല. പിന്നെ നാട്ടുകാർ വീട് വെച്ചെന്നേ നാട്ടുകാരുടെ സഹായിച്ചുള്ളാണ് വെള്ളം കുടിച്ച് കിടക്കുന്നത്. ഇനി അവസാനമായിട്ട് മയക്കാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ജീവൻ കഴിയുന്നത്. 70കാരിയായ ഒരമ്മയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ തന്നെ പ്രയാസമുള്ള നാട്ടിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെയും പരിചരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുകയാണ് പൊന്നമ്മ. മകന് മരുന്നിന് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടണം. ആരോഗ്യ പ്രശ്നങ്ങളുള്ള പെൺമക്കളുമായി ജീവിതം മുന്നോട്ട് നീക്കുന്ന സേതു അമ്മയെയും ഒറ്റയ്ക്ക് താമസിക്കുന്ന സുമതിയമ്മയെയും ഞങ്ങൾ കണ്ടു. ഇവർക്കും പറയാനുള്ളത് ഇതേ കാര്യങ്ങൾ തന്നെ. ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്. നമ്മുടെ കൺമുന്നിൽ കനിവ് കാത്ത ഇവരിങ്ങനെ മുന്നോട്ട് പോകും. ഇവരുടെ ഇരുൾ വെളിച്ചമാകണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഏതായാലും ഇതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കേരളവും കേരളീയവുമെന്ന് അധികാരവർഗത്തോട് വിളിച്ചു പറയുന്നുണ്ട് ഇവരെല്ലാവരും. ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.